അങ്ങനെ വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് ഞങ്ങൾക്ക് ഹോട്ടലിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതെല്ലാം കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. ബഫേ സിസ്റ്റം ആയിരുന്നു. വളരെ നേരത്തെ തന്നെ എല്ലാവരും എണീച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് റെഡിയായിട്ട് ഓരോരോ ഡെസ്റ്റിനേഷനിൽ പോകാനായിട്ട് റെഡിയായിട്ട് ഇരിക്കുന്നുണ്ട്. കുറച്ച് പേര് പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും ഇഷ്ടമാണ് കേട്ടോ ഇവിടെ അങ്ങനെ. അപ്പം ഞങ്ങളും അത്യാവശ്യത്തിന് ബ്രേക്ക്ഫാസ്റ്റെല്ലാം എടുത്ത് നമ്മൾ കഴിക്കാതിരിക്കുകയാണ്. ഫ്രൂട്ട്സാണ് ഞങ്ങൾ കൂടുതലും എടുത്തു കേട്ടോ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കല്ലോ, അത് നല്ലൊരു ഫീലിംഗ് ആയിപ്പോയി. അപ്പോൾ നൂഡിൽസും കുറച്ച് ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെയാണ് ഞങ്ങൾ എടുത്ത് കഴിച്ചത്. നന്നായിരുന്നു കേട്ടോ ഫുഡ്. അതിന് ശേഷം ഞങ്ങളുടെ വണ്ടി വന്നിട്ടുണ്ടെന്ന് കോൾ വന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഈ ഒരു വാന് കണ്ടു കേട്ടോ. ടൊയോറ്റയുടെ വലിയൊരു മിനി വാനാണ്. അതിൽ കയറിയിട്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇന്നത്തെ യാത്ര പട്ടായ ബീച്ചിലോട്ടാണ്. പട്ടായ ബീച്ച് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുഞ്ഞ് സിറ്റിയിൽ അടിപൊളി ഒരു ബീച്ച്. അതിനുശേഷം ഒരു ബോട്ട് റൈഡ്, അതും സ്പീഡ് ബോട്ടിലുള്ള റൈഡാണ്. അങ്ങനെ ഞങ്ങൾ ഒരു അരമണിക്കൂർ റൈഡിനകം ഞങ്ങൾ അവിടെ സിറ്റിയിലെത്തിയിരിക്കണം. ഇതാണ് കേട്ടോ പട്ടായ സിറ്റി. അതിന് തൊട്ടടുത്തുള്ള ബീച്ചാണ്. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നതിനായിട്ട് എല്ലാവർക്കും ഗൈഡുകളെ അസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അവർ ഓരോരുത്തരുടെ ഗൈഡിന് കീഴിൽ നിന്നിട്ട് ഇവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻസ് എല്ലാം സ്വീകരിക്കും. അതിനുശേഷം അവർ നമ്മുടെ കയ്യിൽ ഒരു ബാഡ്ജ് കെട്ടിത്തരും. അത് നമ്മൾ മാറിപ്പോകൊണ്ടിരിക്കാനും ഒരേ ഗ്രൂപ്പിലാണെന്ന് തെളിയിക്കാനുമാണ് അത് കെട്ടിത്തരുന്നത്. അതിനുശേഷം ഇവിടെയുള്ള കാഴ്ചകളെല്ലാം പറഞ്ഞു തരും. നല്ല വിശാലമായ ഒരു ബീച്ചാണ് കേട്ടോ. ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടെയൊന്നും നമുക്ക് ഇറങ്ങി കുളിക്കാനൊന്നും പറ്റില്ല. നിറയെ ഉല്ലാസ നൗകകൾ, ബോട്ടുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എല്ലാം സ്പീഡ് ബോട്ടുകളും മറ്റുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതിലെ ഏതെങ്കിലും ഒന്നിലായിരിക്കും നമ്മൾ പോവുക. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് എത്തേണ്ട സ്ഥലം. അതായത് ആദ്യം നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു പാരാഗ്ലൈഡിങ് സെൻറ്ററിലാണ്. അത് ഈ ബീച്ചിന് നടുക്ക്, ഈ കടലിന് നടുക്ക് ഏതോ ഒരു സ്ഥലത്താണ് ആ പാരാഗ്ലൈഡിങ് സ്ഥലമുള്ളത്. അതിനുശേഷം നമ്മളെ ബീച്ചിൽ കൊണ്ടുപോകും. അത് വേറൊരു സൈഡാണ് ബീച്ച്. അപ്പോൾ എന്തായാലും അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തു കേട്ടോ. ഈ നീല കളർ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ എങ്ങനെയാണോ കണ്ടത് അതേ പളുങ്ക് നിറത്തിലുള്ള നീല നിറത്തിലുള്ള കടലാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എല്ലാവരെയും പോലെ ഞങ്ങളും ഇവിടെ നിന്ന് കുറേ ഫോട്ടോ എടുത്തു. അതിനുശേഷം കുറേ ഗ്രൂപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈഡിന് കീഴിൽ നമ്മളും അങ്ങനെ ആ ഡെസ്റ്റിനേഷനിൽ പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കണം. അതിന് മുമ്പ് കുറേ ഫോട്ടോസൊക്കെ എല്ലാം എടുത്തു. നല്ല രസമുള്ള ആകാശവും കടലും ഒക്കെ കണ്ടിട്ട് നമ്മൾ ആ കാണുന്ന ദൂരെ ഇങ്ങോട്ടാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും പോലെ നമ്മളും അവരുടെ ഒപ്പം ഒരുമിച്ച് നടക്കുകയാണ് കേട്ടോ. ടീച്ചർ പറയുന്നത് കേട്ട് അനുസരണയോടെ നടക്കുന്ന കുട്ടികളെ പോലെയാണ് ഞങ്ങൾ നടന്നു പോയത് കേട്ടോ. ടീച്ചർ തന്നെയാണ് ഇവർ. അത്യാവശ്യം സ്ട്രിക്റ്റൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ഗൈഡുകളായിരുന്നു രണ്ടുപേരും. അവരുടെ കൂടെ ഞങ്ങൾ ഈ കാണുന്ന ഈ ജെട്ടിയിലൂടെ, ബോട്ട് ജെട്ടി എന്ന് പറയാം കേട്ടോ നമ്മുടെ മലയാളത്തിൽ, പക്ഷേ ഇവിടെ പറയുന്ന ഒരു ഡോക്കാണ്. ഡോക്കിലോട്ട് ഇങ്ങനെ നടന്നു പോകണം. അതിൽ പോകുന്ന വഴി നല്ല രീതിക്ക് അലങ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല, കുറച്ചും കൂടി പണി ചെയ്യാനുണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. എന്തായാലും നല്ല ഡിസൈനിങ് ആയിരുന്നു കേട്ടോ. വളഞ്ഞു പൊളഞ്ഞുള്ള ആ ഗ്രില്ലിൻ്റെ താഴത്തോടെ ഇങ്ങനെ നടന്നു പോകണ്. ഒരുപക്ഷെ അത് തണൽ നൽകാനുള്ള സ്ഥലമായിരിക്കും. അങ്ങനെ നടന്നുപോയി ഞങ്ങൾ ഏതാണ്ട് ബോട്ട് ജെട്ടിയുടെ ആ ഭാഗത്തെത്തി. ഇനി ഞങ്ങൾക്കുള്ള ബോട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ കാണുന്ന പ്രതലത്തിലാണ് നമ്മൾ ഇറങ്ങി നിൽക്കുന്നത്. ഇതൊരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഫൈബറിൻ്റെ ഒരു ഫ്ലോട്ടിംഗ് ഫ്ലോറാണ്. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ ബോട്ടിൽ കയറാൻ നിൽക്കുന്നത് കേട്ടോ. ഈ കാണുന്ന ബോട്ടിലാണ് നമ്മൾ ഇന്ന് കയറാൻ പോകുന്നത്. നമ്മളുടെ കൂടെയായിട്ട് ഒരുപാട് ഫാമിലീസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ കൂടെയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ഈ ബോട്ടിൽ കയറാനുള്ള ഇൻസ്ട്രക്ഷൻ തന്നു നമ്മളാണ് കേട്ടോ. ആദ്യം കയറിയിട്ട് എന്തൊക്കെയുണ്ടെന്ന് കാണുകയും ചെയ്യാമല്ലോ ബോട്ടിൽ. അപ്പോൾ പോയി നോക്കിയപ്പോൾ ഡ്രൈവർ സീറ്റും അതിൻ്റെ അടുത്തൊരു കോ പൈലറ്റ് സീറ്റ് പോലെ ഒരു സീറ്റും ഉണ്ട്. അതാർക്ക് വേണമെങ്കിൽ ഇരിക്കാം. ഫ്രണ്ടിലും കുറച്ച് പേർക്ക് ഇരിക്കാം. അത്യാവശ്യം വെയിലുള്ള കാരണം നമ്മൾ ഉള്ളിൽ തന്നെ ഇരിക്കാമെന്ന് കരുതി. കാരണം എന്താ വെച്ചാൽ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ഭയങ്കര ടയേർഡാകുന്നുണ്ട് കേട്ടോ. ഓരോരുത്തരും അവരവരുടെ സീറ്റിൽ പോയിരുന്നു. എന്നിട്ട് നമ്മുടെ ഫ്ലോട്ടിംഗ് ജാക്കറ്റ് അല്ലേ, അത് പൊങ്ങി കിടക്കാൻ വേണ്ടിയിരുന്നു. ഇൻ കേസ് എന്തെങ്കിലും അപകടം പറ്റിയാൽ പൊങ്ങി കിടക്കാൻ വേണ്ടിയിട്ടുള്ള ലൈഫ് ജാക്കറ്റുകൾ ഇട്ടിട്ട് ഇരുന്നു കേട്ടോ. അങ്ങനെ പതുക്കെ നമ്മുടെ ബോട്ട് റിവേഴ്സ് എടുക്കണം. ഇതാണ് കേട്ടോ നമ്മുടെ കപ്പിത്താൻ, ബോട്ടിൻ്റെ ഡ്രൈവർ. അത്യാവശ്യം നല്ല ഇംഗ്ലീഷൊക്കെ അറിയുന്നവരായത് കാരണം കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. ബോട്ടിൽ അധികം നേരം പുറകിൽ പോയി ഇരിക്കാൻ പറ്റില്ല, ബോട്ട് നല്ല സ്പീഡിൽ പോകുമെന്ന് പറഞ്ഞു. ഇപ്പോഴൊക്കെ പതുക്കെയാണ്, പക്ഷേ ഇത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പീഡ് എടുത്ത് പോകുമെന്ന് പറഞ്ഞു. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്, പോകാനും നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നല്ല അധികം ഓളം തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ബോട്ട് സ്പീഡ് എടുത്ത് വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒന്ന് ആജെന്ന് കണ്ടു. പക്ഷെ നല്ല രസമാണ് കേട്ടോ. പട്ടായ സിറ്റി ഇങ്ങനെ അകന്നകന്ന് പോകുന്ന ആ ഒരു കാഴ്ചയില്ലേ, അത് ബോട്ടിലിരുന്ന് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ പതിയെ പതിയെ കടലിനകത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഓരോരുത്തരും അവരുടെ പിക്ചർ സെൽഫിയിലൂടെ പകർത്താൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. അങ്ങനെ നമ്മളും അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളിങ്ങനെ പിടിച്ചിരിക്കുക കേട്ടോ. ഭയങ്കര സ്പീഡിലാണ് ബോട്ട് പോകുന്നത്. നമ്മുടെ നാട്ടിൽ റോട്ടിൽ കൂടെ ആണെങ്കിൽ ഒരു 100-120 കിലോമീറ്റർ സ്പീഡ് എന്നൊക്കെ പറയില്ലേ, എന്നുപോലെ നല്ല സ്പീഡിലാണ് ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ആ സ്ഥലം എത്തിയിട്ടുള്ള ബാക്കി കാഴ്ചകളാണ് ദൂരെയായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരു കെട്ടിടം പോലെയുള്ള ഒരു സ്ഥലമാണ്, അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് ഒരു കെട്ടിടം പോലെ തോന്നുന്ന ഒരു മീഡിയം സൈസുള്ള ഷിപ്പ് അത് നടുക്ക് ഇങ്ങനെ കിടക്കുക കേട്ടോ. അത് എന്തിനാണെന്ന് അറിയില്ല, അതവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. സൈഡിലൂടെ നമ്മളിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പോയി വരുമ്പോൾ നമുക്ക് കുറേ സ്പീഡ് ബോട്ടിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പാരാഗ്ലൈഡ് ചെയ്ത് പോകുന്ന കുറേ പാരസൈലിംഗ് ആൾക്കാരെ കാണാൻ പറ്റും കേട്ടോ. ഇതുപോലെയുള്ള സംഭവമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് കടലിന് നടുക്ക് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലാണ് പണിതിരിക്കുന്നത് പറഞ്ഞു. നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ഗൈഡ് തന്നു, അതിനനുസരിച്ച് നമ്മളിങ്ങനെ പോകണം കേട്ടോ. അവരുടെ പുറകെ തന്നെ നമ്മൾ പോകണം. അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും കാണേണ്ട പറ്റിയൊരു സ്ഥലമാണ് ഈ പട്ടായ ബീച്ചിലെ ഈ പാരസൈലിംഗ്. ഒരു ക്ലാസ് റൂമിൽ എങ്ങനെയാണോ ബെഞ്ചുകൾ ഇട്ടിരിക്കുന്നത് എന്ന പോലെ തന്നെ ബെഞ്ചുകൾ ഇട്ടിട്ട് കുറേ പേരിനെ ഇരുത്തി ക്ലാസ് എടുക്കുന്നുണ്ട്. നമ്മുടെ സമയമാവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മുടെ സമയമായി നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് മിക്സ് ചെയ്തിട്ടാണ് പറഞ്ഞു തരുന്നത്. അതൊരു ഇന്ത്യക്കാരനായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മൂപ്പർ എന്തൊക്കെയാണ് ഇവിടെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉള്ള ആ ഗെയിംസിൻ്റെയൊക്കെ എത്രയാണ് റേറ്റ് എന്നതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഇവിടെ ഓരോരുത്തർക്കും ഇതുപോലെയുള്ള ഒരു കൂപ്പൺ തരും. അത് വെച്ചിട്ടാണ് നമ്മൾ ഇനി അങ്ങോട്ട് പോയി ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഇവിടെ കുറേ പേര് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറന്നുകൊണ്ട് പാരസൈൽ ചെയ്യുന്നുണ്ട്. ഇതിന് 800 ബാത്താണ് കേട്ടോ. അതായത് ഇന്ത്യൻ റുപ്പീസ് ആണെങ്കിൽ ഒരു 1600 ആ റേഞ്ചിൽ വരും. മുൻപ് ഇത്തരം ഒരു ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ വൺ ടൈം എക്സ്പീരിയൻസിനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തിരിക്കുന്നത് നന്നായിരിക്കും. കാരണം അത്രയ്ക്ക് വെർത്തിയാണ്. അതുപോലെ തന്നെ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് റൈഡേ ഉള്ളൂ. പക്ഷെ അതിനുള്ളിൽ നമ്മൾ നല്ലൊരു പട്ടായ സിറ്റിയുടെ ഒരു വ്യൂ കാണാൻ പറ്റും. അതും കടലിന് മുകളിലൂടെ പറന്ന് നടന്നിട്ട്. പറക്കുന്നതിന് മുന്നോടിയായിട്ട് ആദ്യം പോയി നിൽക്കുന്നവർക്കെല്ലാം ഒരു ആകാംക്ഷയും പേടിയൊക്കെ ഉണ്ട്. പക്ഷെ പറന്നിറങ്ങി വരുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് ആ സന്തോഷം കാണുമ്പോൾ മനസ്സിലാവും നല്ലൊരു റൈഡാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അവരുടെ ലൈഫിൽ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള സംഭവങ്ങളെല്ലാം വിജയിക്കുന്നത്. കാരണം ഓരോ മിനിറ്റിലും ഓരോരുത്തർ പറക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള സമയം എത്ര പേര് പറക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഊഹിച്ചാൽ തന്നെ മനസ്സിലാവും. പെട്ടെന്നാണ് പന്തിയില്ലാത്ത ആ ഒരു കാഴ്ച കണ്ണിൽ പെട്ടത്. ഇതെന്ത് പറ്റി, ആർക്കോ എന്തോ സംഭവിച്ചു കരുതിയിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഒരാൾ അഭ്യാസ പ്രകടനമായിട്ട് കുട്ടികളെ കൊണ്ടുപോയിരിക്കുകയാണ്. കുട്ടികൾക്കും ട്രാവൽ ചെയ്യണമല്ലോ, അപ്പോൾ അവരെ സേഫായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരാൾ കൂടെ പോകുന്നതാണ് കേട്ടോ. ആളാണെങ്കിൽ വളരെയധികം കായിക ബലമുള്ള ഒരു അഭ്യാസി തന്നെയാണ്. പിന്നെ പോയി ഇറങ്ങി വരുന്നവരെല്ലാം ഇങ്ങനെ പോസ് ചെയ്യാൻ പറഞ്ഞ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഭയങ്കര സ്പീഡിലാണ് അയാൾ ഫോട്ടോ എടുക്കുന്നത്. ഇത് കണ്ടില്ലേ, കുട്ടികളെല്ലാം ഭയമില്ലാതെ എങ്ങനെ അവരുടെ ഒരു കായിക വിനോദമായ ഈ പാരാഗ്ലൈഡിങ്ങിൽ നല്ല ധൈര്യം കൊടുത്ത് കൊണ്ടുപോകാമെന്ന് അവർ കാണിച്ചു തരാം കേട്ടോ. അവർക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാം കൊടുത്ത് നിൻ്റെ കൂടെ ഒരാൾ വരും എന്നും പറഞ്ഞിട്ട് അതായി കാണുന്ന ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട ആളെ കൂടെ പോകും. ഇത്രയധികം ധൈര്യം തരുന്ന അതുപോലെ തന്നെ വെൽ ട്രെയിൻഡായ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് കൂടെയുള്ളപ്പോൾ നമ്മളെങ്ങനെ പേടിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ആദ്യമേ പറഞ്ഞ പോലെ തായ്ലാൻഡ് ഒരു പ്രത്യേക ഏജ് കാറ്റഗറി ഉള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാം. കുട്ടികളാവട്ടെ, വലിയവരാകട്ടെ, മുതിർന്നവരാകട്ടെ, എല്ലാവർക്കും അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തായ്ലാൻഡിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തായ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇത്രയധികം ഫേമസ് ആയതും ജനപ്രിയനായതും. ഇതുപോലെയൊക്കെ നമ്മുടെ നാട്ടിലും വരുവാണെങ്കിൽ നല്ലൊരു ഭാവി തന്നെ നമുക്കുണ്ടാവും.
നമ്മൾ ഇവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. തായ്ലാൻഡിലെ വീഡിയോകളൊന്നും അവസാനിച്ചിട്ടില്ല. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. സീ യു ദെൻ. ബൈ ബൈ.